അബൂ താലിബിനെ സംബന്ധിച്ചിടത്തോളം ഖുറൈശികളിൽ നിന്ന് പല വിവരങ്ങളും അബൂ താലിബ് ഈ സന്ദർഭത്തിൽ അറിയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത്, പല ആളുകളും മുസ്ലിം ആകുന്നത് ഒക്കെ അബൂ താലിബ് അറിയുന്നുണ്ട്. അങ്ങനെ അബൂ താലിബിന് ഈ ഒരു ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ കൂടുതൽ അപായപ്പെടുത്തുമോ എന്നൊരു ഭയമുണ്ടായി. അങ്ങനെ അബൂ താലിബ് ഈ ഒരു സന്ദർഭത്തിൽ ചെയ്ത ഒരു കാര്യമായിരുന്നു രണ്ട് കുടുംബങ്ങളെ, ഒന്ന് ബനു അബ്ദുൽ മുത്തലിബ് കുടുംബത്തെയും അതുപോലെ തന്നെ ബനു ഹാഷിം കുടുംബത്തെയും അബൂ താലിബ് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി. അബൂ താലിബിനൊരു ഭയമുണ്ടായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കൊല്ലുമോ എന്ന്. ആ ഒരു സമയത്ത് പ്രവാചകനെ പരസ്യമായി കൊല്ലാൻ ഖുറൈശികളിലെ ചില ആളുകൾ ശ്രമിച്ചു, അതിനൊരു തീരുമാനമെടുത്തു എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ അബ്റമു അംറൻ ഫഇന്നാ മുബ്രിമൂൻ, അവരിങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുകയാണോ എങ്കിൽ ഞാനും ചില കാര്യങ്ങൾ തീരുമാനിക്കും എന്ന ആശയം വരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സൂറത്തു സുഖ്റുഫിലെ ഒരു ആയത്ത് പ്രവാചകൻ്റെ ഈ ഒരു കൊലപാതകം നടത്താൻ വേണ്ടിയുള്ള ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇറങ്ങിയത് എന്ന് ചില മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഏതായാലും ബനു ഹാഷിം കുടുംബത്തെയും ബനു അബ്ദുൽ മുത്തലിബ് കുടുംബത്തെയും അബൂ താലിബ് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഈ കാര്യമൊക്കെ പറഞ്ഞു, മുഹമ്മദിനെ ആളുകൾ കൊല്ലാൻ ശ്രമിക്കുന്ന കാര്യം പറഞ്ഞു. അന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല, അബൂ താലിബ് മുസ്ലിം അല്ലല്ലോ, ബനു ഹാഷിമിലെയും ബനു അബ്ദുൽ മുത്തലിബിലെയും മുസ്ലിങ്ങളും മുശ്രിക്കീങ്ങളും കാഫിറുകളും ഒക്കെ ആ മീറ്റിങ്ങിലുണ്ട്. എന്നിട്ട് അവരൊരു തീരുമാനമെടുത്തു, കുടുംബ ബന്ധത്തിൻ്റെ പേരിൽ മുഹമ്മദ് എന്തൊക്കെ ആയിക്കോട്ടെ, നമ്മൾ മുശ്രിക്കീങ്ങളിലൊക്കെ നമ്മളിൽ ഉണ്ടാവും, മുസ്ലിങ്ങളും ഉണ്ടാവും, പക്ഷെ നമ്മുടെ കുടുംബത്തിലെ ഒരാളെന്ന നിലയ്ക്ക് മുഹമ്മദിനെ കൊലയ്ക്ക് കൊടുക്കാൻ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയില്ല എന്ന കാര്യത്തിൽ അവരൊക്കെ ഒരുമിച്ച് കൂടി. അവരൊക്കെ തീരുമാനമെടുത്തു, കൊല്ലാൻ നമ്മൾ വിട്ടുകൊടുക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും മുശ്രിക്കീങ്ങളടക്കം അന്ന് അബൂ താലിബിൻ്റെ കൂടെ അതിനുണ്ടായിരുന്നു. മുഹമ്മദിനെ കൊല്ലാൻ അനുവദിക്കില്ല എന്ന കാര്യത്തിൽ അവരൊക്കെ ഒരുമിച്ച് കൂടി. ഇതൊക്കെ ഖുറൈശികളിൽ പലർക്കും അറിയുന്ന അവസ്ഥയുണ്ടായി. ഖുറൈശികൾ ഇതൊക്കെ അറിഞ്ഞു. അങ്ങനെ ബനു അബ്ദുൽ മുത്തലിബും അത് ബനു ഹാഷിമും കൂടെ ചേർന്ന് അവർ കുടുംബത്തിൽപ്പെട്ട മുഹമ്മദിനെ ഒന്നും ചെയ്യാൻ അനുവദിക്കുകയില്ല എന്ന തീരുമാനമൊക്കെ എടുത്തിരിക്കുന്നു എന്ന ഒരു കാര്യമൊക്കെ അവർക്കുണ്ടായി. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിനിടയിലുണ്ടായ പ്രധാനപ്പെട്ട പലതും അവരുടെ മനസ്സിലേക്ക് വന്നു. ഖുറൈശികളുടെ മനസ്സിലേക്ക് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വന്നു. ഒന്ന്, ഈ മാസം തന്നെ ഹംസ മുസ്ലിമായി. 3 ദിവസം കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് മുസ്ലിമായി. മുഹമ്മദിനോട് ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ വിലപേശൽ നടത്തി സമ്പത്ത് കൊടുക്കാമെന്നും മറ്റു പല കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് മക്കയിലെ ഏറ്റവും വലിയ നേതാക്കന്മാരുടെ ഉത്തുബയെ അങ്ങോട്ട് അയച്ചപ്പോൾ പോയ ഉത്തുബ മുഹമ്മദിനോട് ചായ്വുള്ളൊരു രൂപത്തിലാണ് പോയ, അതേ ഭാവത്തിലല്ല തിരിച്ചു വന്നത്. ഇപ്പോൾ മുഹമ്മദിനെ സംരക്ഷിക്കുമെന്ന് മുഹമ്മദിൻ്റെ കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്ന് ഖുറൈശികളിലെ പ്രമുഖരായ അബൂ താലിബിൻ്റെ നേതൃത്വത്തിൽ അവരെല്ലാം കൂടി മുഹമ്മദിനെ ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല. അവർ മുശ്രിക്കീങ്ങളടക്കം അതിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ തീരുമാനം പാസ്സാക്കിയിരിക്കുകയും ചെയ്യാണ്. അപ്പോൾ ഖുറൈശികളായ ആളുകൾക്ക് വീണ്ടും ഭയം കൂടി. മുഹമ്മദ് പുറത്തടക്കം നജാശി രാജാവിൻ്റെ അടുത്ത് പോലും മുസ്ലിങ്ങൾക്ക് ശക്തി ഉണ്ടായി വരുന്നു. മക്കയിലടക്കം മുഹമ്മദിനെ ഈ കാര്യത്തെ എതിർക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ വരുമോ? സ്വന്തം നേതാക്കന്മാരിൽപ്പെട്ട ഉത്തുബ വരെ പോയിട്ട് തിരിച്ച് വരുന്നത് വേറെ മുഖത്തോടു കൂടിയാണ്. തങ്ങൾ ഒരിക്കലും ഇസ്ലാമിലേക്ക് വരില്ല എന്ന് കരുതിയ ഹംസയും ഉമറുമൊക്കെ ഇന്ന് ആ സൈഡിലാണ്. അങ്ങനെ വന്നപ്പോൾ അവരുടെ മനസ്സിലൊക്കെ ഒരു ഭയം. അങ്ങനെ ഖുറൈശികൾ തീരുമാനിച്ച് എടുക്കുന്ന ഒരു തീരുമാനം ഈ ഒരു വർഷത്തിൽ പിന്നെ പിറ്റേന്ന് നുബുവത്തിൻ്റെ 7-ാം വർഷം മുതൽ ഇസ്ലാമിൽ ഉണ്ടായ മുസ്ലിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രത്യേകിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകൻ്റെ കുടുംബവും, ഈ ബനു അബ്ദുൽ മുത്തലിബ് കുടുംബവും ബനു ഹാഷിമു കുടുംബവും പ്രത്യേകിച്ചും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സംഭവമായിരുന്നു ഉപരോധം എന്ന് പറയുന്ന സംഭവം. അവരെ ആ 2 ഗോത്രങ്ങളെയും പൂർണ്ണമായി മക്കയിലെ അബൂ താലിബിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ആ താഴ്വരയിൽ ഒറ്റപ്പെടുത്തുകയും അവരുമായി വിവാഹബന്ധം പാടില്ല, ഒന്നും വിൽക്കാൻ പാടില്ല, ഒളിച്ചു പോലും അവർക്ക് സാധനങ്ങൾ കടത്താൻ പാടില്ല, യാതൊരു തരത്തിലും സാമൂഹികമായി എല്ലാ തരത്തിലും അവരെ ഒറ്റപ്പെടുത്തുക എന്ന തന്ത്രം ഖുറൈശികൾ സ്വീകരിക്കാനുള്ള കാരണം ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഏതുവരെ മക്കയ്ക്ക് പുറത്ത് നിന്നൊരു കച്ചവട സംഘം വരുമ്പോൾ മക്കയ്ക്ക് പുറത്ത് വെച്ച്
അവരുമായി സാധനങ്ങൾ വാങ്ങാൻ പോലും അവരനുവദിച്ചിരുന്നില്ല. മക്കൾക്ക് ഉള്ളിലാണല്ലോ അവരുമായിട്ട് ഉപരോധം. മക്കൾക്ക് പുറത്ത് വെച്ച് അവർ സാധനങ്ങൾ വാങ്ങാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, മുശ്രിക്കീങ്ങളടക്കമുള്ള ബനു ഹാഷിമും ബനു അബ്ദുൽ മുത്തലിബ് കുടുംബം സാധനങ്ങൾ വാങ്ങാൻ ചെന്നാൽ ഇരട്ടി വിലയും 10 ഇരട്ടി വിലയും പറഞ്ഞ് അവരെ സാധനങ്ങൾ വാങ്ങാൻ അയക്കാതിരിക്കുക, അവരുമായി വിവാഹബന്ധം ഒക്കെ നടത്താതിരിക്കുക, ഇങ്ങനെയുള്ള നടപടികളിലേക്കും വളരെ ക്രൂരമായ ഏകദേശം വർഷങ്ങളോളം നീണ്ടുനിന്ന ഉപരോധത്തിലേക്കുമൊക്കെ കടക്കുന്നത് ഈ നുബുവത്തിൻ്റെ 7-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 47-ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് ഹംസയും ഉമർ റളിയല്ലാഹുഅൻഹുമാ പോലെയുള്ള സ്വഹാബികൾ കടന്നു വന്ന ഇതിനൊക്കെ ശേഷമാണ്. അങ്ങനെ പിന്നീട് ആ വലിയ ഉപരോധത്തിലേക്ക് ഖുറൈശികൾ കടന്നു. ആ ഉപരോധത്തിൻ്റെ ഒരു ചാർട്ടർ, ഒരു തീരുമാനം അവർ ഒരു തോലിലോ മറ്റോ എഴുതി കഅബയ്ക്കുള്ളിൽ തൂക്കിയിടുകയും ചെയ്തു. അതാരും അതിനെ ബഹുമാനിക്കണം, എല്ലാവരും ആദരിക്കണം എന്ന നിലയ്ക്ക്, ആരും അതിനെ ലംഘിക്കാൻ പാടില്ല എന്ന നിലയ്ക്ക് കഅബയ്ക്കുള്ളിൽ അത് തൂക്കിയിടുകയും ചെയ്തു.